നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ആ വിഷയത്തിൽ ചില അസറുകളുണ്ട് തഫ്സീറുകളിൽ. ഈ ആയത്തിൻ്റെ വിഷയത്തിൽ നൽകപ്പെട്ടതായ ചില അസറുകൾ. അതിലൊരു അസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിലൂടെ എന്താ ഉദ്ദേശം അവിടെ പറയുന്നത്? തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ എന്നാണ്. കിടപ്പറകളിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ ഉയരുകയും അങ്ങനെ പ്രതീക്ഷയോടുകൂടിയും അതേപോലെ തന്നെ പേടിയോടുകൂടിയും ആശങ്കയോടുകൂടിയും ആശയോടുകൂടിയും അവരവരുടെ റബ്ബിനോട് ദുആ ഇരക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരു നഫ്സിനും അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കൺകുളിർക്കുന്ന സ്വർഗീയ സുഖങ്ങളെക്കുറിച്ച് അറിയുകയില്ല. അത്രമാത്രം വിശാലമായ സുഖസൗകര്യങ്ങൾ സ്വർഗത്തിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുണ്ട്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നതിന് അവർക്ക് പ്രതിഫലമായി. ഈ ആയത്തുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ഹദീസുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിലൊരു ഹദീസ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോൾ തബൂക്ക് യുദ്ധത്തിൻ്റെ വഴിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുആദ് ചോദിച്ചു, റസൂലെ, എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒരു അമൽ പറഞ്ഞു തരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദിനോട് പറഞ്ഞു, ലഖദ് സഅൽത അൻ അദീമിൻ, ഒരു മഹാകാര്യമാണ് മുആദ് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് അള്ളാഹു എളുപ്പം നൽകിയവർക്ക് എന്നാൽ എളുപ്പമുള്ള കാര്യമാണ്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നിന്ന് അകറ്റുന്ന കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ അതൊരു മഹാകാര്യമാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിലും അള്ളാഹു എളുപ്പം നൽകിയവർക്ക് അത് വളരെ എളുപ്പമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഅ്ബുദില്ലാഹ് വലാ തുശ്രിക് ബിഹി ഷൈഅ വതുഖീമുസ് സ്വലാഹ് വതുഅ്തിയസ് സക്കാ വതസൂം റമദാന വതഹജ്ജുൽ ബൈത്ത്. അള്ളാഹുവിനെ ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, നമസ്കാരം യഥാവിധം നിർവഹിക്കുക, സക്കാത്ത് കൊടുക്കുക, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുക, ഹജ്ജ് ചെയ്യുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദിനോട് പറഞ്ഞു, അല അദുല്ലുക അല അബ്വാബിൽ ഖൈർ, നന്മയുടെ കവാടങ്ങൾ അത് നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്മയുടെ കവാടങ്ങളായിട്ട് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് അസ്സൗമു ജുന്നത്തുൻ വസ്സദഖതു തുത്ഫിഉൽ ഖതീഅ, പിന്നെ വസലാത്തു റജുൽ ഫി ജൗഫിൽ ലൈൽ. അസ്സൗമു ജുന്നത്തുൻ, നന്മയിൽ ഒന്ന് നോമ്പാണ്, അത് നരകത്തിൽ നിന്നുള്ള പരിചയമാണ്, അല്ലെങ്കിൽ തിന്മകളിൽ നിന്നുള്ള പരിചയമാണ്. വസ്സദഖതു തുത്ഫിഉൽ ഖതീഅ, ദാനധർമ്മം അത് തിന്മയെ കെടുത്തും എന്നാൽ തിന്മക്ക് പ്രായശ്ചിത്താണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസലാത്തുൽ ലൈൽ ഫി ജൗഫിൽ ലൈൽ, രാത്രിയുടെ അകത്ത്, രാത്രിയിൽ നമസ്കാരമാണ്, രാത്രി നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കാദർക്ക് ചോദിച്ചില്ലേ, രാത്രി നിസ്കാരത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്, തതജാഫ ജുനൂബ്. അപ്പോൾ അത് റസൂൽ നിജപ്പെടുത്താണ്, അതായത് വസലാത്തുർ റജുൽ ഫി ജൗഫിൽ ലൈൽ, രാത്രിയുടെ യാമങ്ങളിൽ ഒരു വ്യക്തിയുടെ നമസ്കാരമാണ്. അതാണ് അബ്വാബുൽ ഖൈറായിട്ട് റസൂൽ പറഞ്ഞത്. അല അദുല്ലുക അല അബ്വാബിൽ ഖൈർ, നന്മയുടെ കവാടങ്ങൾ ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സൗമു ജുന്നത്തുൻ വസ്സദഖതു തുത്ഫിഉൽ ഖതീഅ, പിന്നെ സലാത്തുൽ ലൈൽ വസലാത്തുൽ ലൈൽ ഫി ജൗഫിൽ സലാത്തുർ റജുൽ ഫി ജൗഫിൽ ലൈൽ, രാത്രിയുടെ മറവിൽ ഒരു വ്യക്തിയുടെ നമസ്കാരമാണ്. എന്നിട്ട് റസൂലുള്ളാഹി ഓതിയതാണ് ഈ ആയത്തുകൾ. തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഇതുവരെ റസൂലുള്ളാഹി ആർക്ക് ഓതി കൊടുത്തു? മുആദ് റളിയല്ലാഹു അൻഹു ഓതി കൊടുത്തു. അപ്പോൾ അവിടെ അതൊരു ശ്രദ്ധേയമായ സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് അവിടെ മുആദ് റളിയല്ലാഹു അൻഹു ഉണർത്തിയത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് മുആദിനോട് ആ സംഭവങ്ങൾ കുറേ പറയുന്നുണ്ട്. അല ഉഖ്ബിറുക ബി റഅസിൽ അംരി വ അമൂദിഹി വ ദിർവത്തി സനാമിഹി, ഇസ്ലാമിൻ്റെ റഅസ്, തല, ഒരു മനുഷ്യൻ്റെ തല എന്നോണം വർത്തിക്കുന്ന കാര്യം ഇസ്ലാമിൽ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അതേപോലെ തന്നെ അതിൻ്റെ നെടുന്തൂൺ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ
പിന്നെ ഒരു വസ്തുവിൻ്റെ സിനാം പൂഞ്ഞ എന്ന പോലെ നിൽക്കുന്ന സംഗതി എന്ത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞ് പിന്നെ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ കാര്യത്തിൻ്റെ റസ് അത് ഇസ്ലാമാണ്. അമൂദ് നെടുന്തൂണായി വർത്തിക്കുന്ന നമസ്കാരമാണ്. ഒരു വസ്തുവിൻ്റെ സിനാം പൂഞ്ഞ എന്ന പോലെ മികച്ചു നിൽക്കുന്ന സംഗതി അതിൽ ജിഹാദ് ഫി സബീൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നെ മുആദിനോട് പറഞ്ഞ് അല അതുല്ലുക ബി മിലാക്കി ദാലിക കുല്ലിഹി അല്ലെങ്കിൽ ബി മലാക്കി ദാലിക കുല്ലിഹി, ഈ പുണ്യകർമ്മങ്ങളെല്ലാം നിനക്ക് നിലനിർത്തുന്ന നിനക്ക് നേടിത്തരുന്ന സംഗതി ഏതാണ് എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു അതേ എന്ന് പറഞ്ഞ റസൂലുള്ള നാവ് പിടിച്ചിട്ട് പറഞ്ഞു അംസിക അലൈക ഹാദ, ഈ നാവിനെ നീ പിടിച്ചു നിർത്തിക്കോ. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ജനങ്ങൾ സംസാരിക്കുന്നതിൻ്റെ വിഷയങ്ങളിലൊക്കെ ജനങ്ങൾ പിടികൂടുമോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങളെ നരകത്തീയിൽ മുഖം കുത്തി വീഴ്ത്തുന്നത് അവരുടെ ഹസായിദു അൽസിനത്ത്, നാവിൻ്റെ സമ്പാദ്യങ്ങളല്ലാതെ മറ്റെന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞാൽ നാവ് മനുഷ്യന്മാരുടെ കർമ്മങ്ങളെ പൊളിക്കും, മനുഷ്യന്മാരെ നരകത്തിലേക്ക് വീഴ്ത്തുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞു. ഏതായാലും ഇവിടെ തബൂക്കിലേക്കുള്ള ആ യാത്രയിൽ അല്ലെങ്കിൽ തബൂക്കിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നാളുകളിൽ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വിളിച്ചിട്ട് ഇവിടെ നമ്മൾ ഈ പഠിച്ച ആയത്തുകൾ ഓതിയിട്ടാണ് റസൂലുള്ളാഹി എന്ത് ചെയ്തത്, ആ വിഷയം പറഞ്ഞു കൊടുത്തത്. അതെപ്പോഴാണ്, ഏതാണ്? മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നിന്ന് അകറ്റുന്ന കർമ്മം ഏത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനൊന്നിനും പങ്കുചേർക്കാതെ നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, റമദാനിൽ നോമ്പ് നോൽക്കുക, ഹജ്ജ് ചെയ്യുക. എന്നിട്ട് പറഞ്ഞത് റസൂൽ അങ്ങോട്ട് ചോദിക്കണം മുആദിനോട്, നിനക്ക് ഞാൻ അബ്വാബുൽ ഖൈർ, നന്മയുടെ കവാടങ്ങൾ അറിയിച്ചു തരട്ടെ? അങ്ങനെ റസൂലുള്ള നോമ്പ്, സദഖ ദാനധർമ്മങ്ങൾ, പിന്നെ സലാത്തുർ റജുൽ ഫി ജൗഫിൽ ലൈൽ, രാത്രിയുടെ മറവിൽ ഒരു വ്യക്തിയുടെ നമസ്കാരം. എന്നിട്ട് റസൂലുള്ള ഓതിയത് ഈ 2 ആയത്തുകളാണ്. മനസ്സിലല്ലേ? അത് മുഫസ്സിരീങ്ങൾ തഫ്സീറുകളിൽ എടുത്ത് നൽകിയിട്ടുണ്ട്.